ഹിസ്റ്ററി കൊടുക്കാം അല്ലേ? ഹിസ്റ്ററി കമ്പനിയിൽ ടയോട്ടയിൽ കൊണ്ടുപോവുക, ഇൻസ്പെക്ട് ചെയ്യുക, എടുക്കാം, എന്നിട്ട് ഡീൽ ചെയ്താൽ മതി. നമ്മുടെ വണ്ടികൾ എല്ലാ വണ്ടിയും ഹാർഡ് ടോപ്പ് നല്ല ഇന്റീരിയറുകൾ കാണിക്കുമ്പോൾ അടിപൊളി വർക്കാണ് ചെയ്തത്. ഇന്റീരിയർ ഹാർഡ് ടോപ്പ് വർക്ക് എടുത്ത വണ്ടിയാണ്. നല്ല സ്പെഷ്യലായിട്ട് എടുത്ത വർക്കാണ്. നല്ല അടിപൊളി ടയേഴ്സ് ആണ്. പിന്നെ സീറോ ക്ലൈം ആണ്. 2013 മോഡൽ 2013 മോഡൽ 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ്. മെർസിഡീസ് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും ലോ കിലോമീറ്റർ വണ്ടി. അപ്പോൾ ഒരു 5-8 പാട്ടുകൾ നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ആ വണ്ടി കിലോമീറ്റർ ജെന്യുവൻ ആണോ. എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ അറിവിലേക്കൊന്ന് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിലെ ടൊയോട്ട അൾട്ടിസ് മുതൽ ലാൻഡ് ക്രൂയിസർ വരെ ഉണ്ട്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മൾ പുതിയൊരു ഡീലർ, അതായത് നിങ്ങൾ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാണ്. പുതിയൊരു ഡീലറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. SM കാസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം ഷമീർ ഭായിനെ. ഹായ്, സ്വാഗതം. നമസ്കാരം. സുഖമല്ലേ? സുഖം. എങ്ങനെ പോകുന്നു മൊത്തത്തിൽ ബിസിനസ്? എങ്ങനെ ബിസിനസ് കുഴപ്പമില്ല. നമ്മൾക്ക് ക്ലയന്റുകൾ കൂടുതലുണ്ട്, നല്ല ക്വാളിറ്റിയിലെ വണ്ടികൾ കൊടുക്കുന്നതിന്. ഓക്കെ. ഈ പ്രീമിയത്തിൽ ഡൽഹി വണ്ടികൾ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നതല്ല കേരള വണ്ടികളല്ല? കേരള വണ്ടി ഇല്ല, നമ്മളത് റയറായിട്ട് വരുന്ന പീസുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇന്നത്തെ സ്റ്റോക്കിൽ ഏതെങ്കിലും കേരള വണ്ടി ഉണ്ടോ? കേരള വണ്ടി നമുക്ക് Q3 ഉണ്ട്. ഓടി Q3. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ, വാഴക്കാട്. മലപ്പുറം കോഴിക്കോട്? മലപ്പുറം ഡിസ്ട്രിക്ട്, വാഴക്കാട് സ്വദേശി. വാഴക്കാട്. ഓക്കെ. ഓഫീസ് ഇവിടെ ഉണ്ടോ? അതോ ഞാൻ ഡൽഹിയിലാണ് ഓഫീസൊക്കെ. ഡൽഹി ബേസ്ഡ് ആണ്. അവിടെ തന്നെ ഡയറക്റ്റ് എടുത്ത് കൊടുക്കാറുണ്ട്? അവിടെ നിന്നാണ് മെയിൻ ആയിട്ട് നമ്മുടെ ബിസിനസ് ഒക്കെ. നമ്മുടെ ക്ലയന്റുകളൊക്കെ അവിടെയാണ് വരുന്നത്. പാർട്ടി ഉണ്ടാവും, ഡീലേഴ്സ് ഉണ്ടാവും. കേരളത്തിൽ നിന്നും അതേമാതിരി ചെന്നൈ അല്ലെങ്കിൽ ആന്ധ്ര വരാറുണ്ടല്ലേ? പിന്നെ പഞ്ചാബ് അങ്ങനെയുള്ള. അപ്പൊ ഇത് കാണുന്നവർക്ക് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് വണ്ടി വേണേ അതും എടുത്ത് കൊടുക്കാലോ? പിന്നെ അതാണ് ഏറ്റവും വലിയ അതെന്താ പറഞ്ഞാല് ബെനിഫിറ്റ്. അതാണ് അവർക്ക് നേരിട്ട് വന്ന് എടുക്കുമ്പോൾ നമുക്ക് ഒരു കമ്മീഷൻ ബേസിക്കലാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന വണ്ടികൾ എൻ്റെ പാർട്ടിന്റെ വണ്ടികൾ ഉണ്ടാവും, ഞാൻ കൊടുത്ത ചിലപ്പോൾ ഡീലേഴ്സിന്റെ വണ്ടി ഉണ്ടാവും, പാർക്ക് സെയിൽ വണ്ടി ഉണ്ട്. എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള വണ്ടികളാണ്. അത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ മാത്രം. അല്ല, അവിടുന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. പേയ്മെന്റ് നമ്മളെ വിശ്വസിച്ചിട്ട് നമുക്ക് പേയ്മെന്റ് തരികയാണെങ്കിൽ നമ്മളത് നോക്കിയിട്ട് അതിന്റെ 0 റിപ്പോർട്ട് എന്ന് പറയും. വണ്ടിയുടെ A to Z എവിടെയാണോ വണ്ടിക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉള്ളത്, റീപ്ലേസോ അല്ലെങ്കിൽ വണ്ടിക്ക് പെയിന്റ് ടച്ചോ, മൊത്തത്തിൽ നമ്മൾ അതിന്റെ 0 റിപ്പോർട്ട് കൊടുത്തിട്ട് ഹിസ്റ്ററി ഉൾപ്പെടെ എടുത്തു കൊടുത്തിട്ട് ഡീൽ ചെയ്ത് കൊടുക്കും. പാർട്ടിന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ്. നമ്മുടെ ഷോറൂമിലെ വണ്ടികളൊന്നുമില്ല. ഡൽഹി NCRലെ പാർട്ടി ഓണേഴ്സിന്റെ വണ്ടികൾ മാത്രം, ഡയറക്റ്റ് ഓണേഴ്സിന്റെ. ഓക്കെ. അപ്പൊ അങ്ങനെ എടുക്കാം. അവിടെ നിന്ന് എടുക്കുമ്പോൾ ഫുൾ ക്യാഷ് വേണം അല്ലേ? ഫുൾ ക്യാഷ് വേണം. ഇവിടെ നമുക്ക് അതിന്റെ ലോണിന്റെ നമുക്ക് നോക്കാം. ലോണിന്റെ അവരെ എലിജിബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്തായാലും വലിച്ചു കിട്ടത്തില്ല, നമുക്ക് സ്റ്റോക്ക് ഒന്ന് കണ്ടു നോക്കാം. മാക്സിമം പൊട്ടിച്ച വില തന്നെ കൊടുക്കാൻ പറ്റും. നല്ല റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അവിടെ ഡീലർ വിലക്ക് കൊടുക്കുന്നതിനെ കൊണ്ട് ഇവിടെ നമ്മൾ കൂടുതൽ റേറ്റ് നമ്മൾ ഒരിക്കലും ഇടൂല. നമുക്ക് പെട്ടെന്ന് സെയിൽ ആണോ സോൾഡ് ആണോ, അപ്പോൾ ആ റേറ്റിലായിരിക്കും. പിന്നെ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ അടുത്ത്. ആക്സിഡന്റ് ഉണ്ടാവില്ല, കിലോമീറ്റർ ഒക്കെ ജെന്യുവൻ ആയിരിക്കും, ഹിസ്റ്ററി ഉള്ള വണ്ടികൾ മാത്രം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. ഇവിടെ കാണിക്കുന്ന വണ്ടികൾ എന്തായാലും അതിന്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം, എല്ലാം ഉണ്ടാവും. എൻ്റെ വണ്ടികൾ പിന്നെ സുരേഷ് എന്താണ് ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സുരേഷ് ഡ്രൈവ്, അതേമാതിരി കൊച്ചിയിലുള്ള അവരൊക്കെ വണ്ടി വന്നിട്ട് നമ്മളിത് ഒരുപാട് വണ്ടികൾ ഇവിടുന്ന്, ഞാൻ ഡൽഹിയിലായിരിക്കും, ചിലപ്പോൾ അവർ വന്നിട്ട് നമ്മളെ ലൊക്കേഷൻ ചോദിക്കും. വണ്ടികൾ ഇതുവരെ ഫെയിൽ ആയിട്ടില്ല. ഇതുവരെ നമ്മുടെ വണ്ടികൾ ഒന്നും കൊടുത്ത് ഫെയിൽ ആയിട്ടില്ല. നമ്മൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ പറയും നേരെ കമ്പനിയിലേക്ക്, ഷോറൂമിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വരും. നാളെ തലവേദനയ്ക്കൊന്നും ആവില്ല. ഓക്കെ. എന്തായാലും ആളെ പരിചയപ്പെടുമ്പോൾ എല്ലാം അറിയണം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ചോദിക്കുന്നത്. ചില ആൾക്കാർ പറയും എന്തിനാ ഇൻട്രോ ഇത്ര നീട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല, കാണുന്നവർക്ക്, വണ്ടി എടുക്കേണ്ടവർക്ക് ഇതെല്ലാം അറിയേണ്ടത്. ഓക്കെ. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ആദ്യം നമുക്ക് അൾട്ടിസ് തന്നെ തുടങ്ങാം. ഇത് കേരള വണ്ടിയാണോ റിയാണോ? ഇത് റീ ആണ്. ഇവിടെ KL 84 രജിസ്ട്രേഷൻ കഴിഞ്ഞു. 84 കൊണ്ടോട്ടിയിൽ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 72 നമ്മൾ എടുത്തതാ. ഓക്കെ. അവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇപ്പൊ 73 അങ്ങനെ ഓക്കെ. വണ്ടി ഫുള്ളി ജെന്യുവൻ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മോഡൽ ഏതാ? 2014 മാനുഫാക്ചർ, 15 രജിസ്ട്രേഷൻ, ജനുവരി വണ്ടി. ഡീസലില് J ഓപ്ഷൻ.
ജെ ഓപ്ഷൻ അല്ലേ? ജെ ഓപ്ഷൻ. ഓക്കെ ജെ എന്ന് പറയുമ്പോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇലക്ട്രിക്കൽ ആയിരിക്കും. ഇല്ല ബേസിക് ഹെഡ് ലാമ്പ് വരും, അങ്ങനത്തെ മാറ്റങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ബാക്കി ഇതിന്റെ നേരെ മേലെ വേരിയന്റ് വരുന്നത് ജി ഓപ്ഷൻ. ഓക്കെ അതിന്റെ നേരെ താഴെ 3 വേരിയന്റേ വരുന്നുള്ളൂ. വേറെ ഒന്നുമില്ല, സീറോ ക്ലെയിം വണ്ടി, സീറോ ക്ലെയിം ജെന്യുൻ വണ്ടിയാണ്. പെയിന്റ് ചെറിയ ടച്ച് ഉണ്ട്, ബമ്പർ അതിലല്ലാതെ മേജർ ആയിട്ടുള്ള ടച്ചപ്പ് പോലും ഇല്ല വണ്ടി. ഹിസ്റ്ററി കമ്പനിയിൽ ടയോട്ടയിൽ കൊണ്ടുപോകാൻ ഇൻസ്പെക്ട് ചെയ്യുക, എന്നിട്ട് ഡീൽ ചെയ്താൽ മതി. നമ്മുടെ വണ്ടികൾ എല്ലാ വണ്ടി ഹിസ്റ്ററി ഉണ്ടാവല്ലോ, ഹിസ്റ്ററി ഉണ്ടാവും, കൊടുക്കാം. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? എത്രയാ ചോദിക്കുന്നത്? നമുക്ക് 7,40,000 കൊടുക്കാം. 7,40,000 14 മോഡൽ 15 രജിസ്ട്രേഷൻ ജെ ഓപ്ഷൻ ഡീസൽ 73,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന. സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? ഇപ്പൊ സെക്കൻഡ് ആയി. അതായത് ചോദിച്ചത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഞങ്ങൾ ഓടിയില്ല, ഞങ്ങൾ ആകെ 1000-1500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ജസ്റ്റ് ഓണർഷിപ്പ് ആയി, സെക്കൻഡ് ആയി. അപ്പോൾ ഇനി നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, ടാക്സോ കാര്യം ഒന്നും അടക്കാനില്ല, നിങ്ങൾക്ക് ലോണും കിട്ടാൻ നമ്പർ വരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലോൺ എത്ര കിട്ടാൻ? ലോൺ നമുക്ക് അത് ഒരു 6 or 7 അങ്ങനെ കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ട്രാക്ക് കൂടെ നോക്കിയിട്ടായിരിക്കും. 740 എന്ന് പറഞ്ഞാൽ 740 ഫൈനലാണ്. പിന്നെ മാക്സിമം റേറ്റ് നമ്മൾ പറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, കുറച്ചിട്ടേ പറയുള്ളൂ. വണ്ടിയുടെ ക്വാളിറ്റി വേറെയാണ്. പിന്നെ അതുപോലെ ലോ കിലോമീറ്റർ വണ്ടിയാ. രണ്ട് ഓടിയ വണ്ടികളും ഇതൊക്കെ ഉണ്ടാവും മാർക്കറ്റിൽ, വില കുറച്ച് കിട്ടും. പ്രത്യേകിച്ച് ടൊയോട്ട വണ്ടികളൊക്കെ അതെ 70,000 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ അത് തീരെ ഓടാത്ത വണ്ടി, അതിനെ കൊണ്ട് അതും നമുക്ക് പർച്ചേസിംഗ് കോസ്റ്റ് കൂടുതൽ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ടൊയോട്ടയുടെ സെഡാൻ പ്രീമിയം കാറ്റഗറി ടൊയോട്ട ക്യാമറി ആണ്. എങ്ങനെ? ഹൈബ്രിഡ് ആണ്, പെട്രോൾ. ഹൈബ്രിഡ് പെട്രോൾ. മൈലേജ് കൂടുതലാണ്. എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഒരു 20-ന്റെ ലെവൽ എന്തായാലും കിട്ടും. പ്രീമിയം പെട്രോളിൽ 20 കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കലി 20 കിട്ടേണ്ട അതാണ് വണ്ടി. എന്താ പറഞ്ഞാൽ അന്ന് ഇറങ്ങുമ്പോൾ 30 ലക്ഷം രൂപ വില ഉണ്ട്. ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷൻ ഒറ്റ ഓപ്ഷനിലേ വരുന്നുള്ളൂ. ഹൈബ്രിഡ് ഓപ്ഷൻ. അന്ന് സൺറൂഫ് ഇല്ല. ഹൈബ്രിഡ് ആണ്. പിന്നെ ഇതിന്റെ വണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാ. ഓക്കെ, വണ്ടിന്റെ സർവീസ് 140 സംതിങ് ഓടിയിട്ടുണ്ട്. ഏതാ മോഡൽ? ഏതാ വരുന്നത്? 2013 2013 മോഡൽ 14 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. രജിസ്ട്രേഷൻ ഇല്ല, ഡിസംബറിലിട്ടാണ് തോന്നുന്നത്. ഡിസംബറിലാ? 2013 എന്ന് പറഞ്ഞ വാഹനമാണ്. നമ്പർ കൊണ്ട് മാറുകയും ചെയ്തിട്ടില്ല? നമ്പർ മാറിയിട്ടില്ല, DL ആണ് രജിസ്ട്രേഷൻ. എവിടെ NOC എടുത്തിട്ടില്ല? NOC എടുത്തിട്ടില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞപ്പോ? 140 സംതിങ്. 140 പെട്രോൾ ആണ്. അതുകൊണ്ട് ടൊയോട്ട ഡീസലിൽ തന്നെ കാര്യമായ മെയിൻ്റനൻസ് വരില്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ ഇതിന്റെ എക്സ്പെൻസ് എന്ന് വരുന്നത് ഇതിന്റെ ബാറ്ററിക്കാണ്. ഇതിന്റെ പിന്നെ ഹൈബ്രിഡ് ബാറ്ററിക്ക് അതിന് 3 ലക്ഷം വരും കമ്പനിയിൽ. അത് ചേഞ്ച് ചെയ്തതാ, കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി നോക്കിയിട്ട് അടുത്തത്, അല്ലെങ്കിൽ നമ്മൾ പെട്ടു. കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. 3 ലക്ഷം നമ്മൾ അറിയാത്ത പൈസ വേറെ വരും. ഇതിപ്പോ 3 ലക്ഷം പുതിയത് മാറിയിട്ട് എല്ലാം ഓടിയിട്ടില്ല. അപ്പൊ ധൈര്യമായിട്ട് കൊണ്ടുപോകും. ഹൈ ക്വാളിറ്റി വാഹനം, അങ്ങനത്തെ ഒരു വണ്ടിയാണ് ക്യാമറി. എത്ര ചോദിക്കുന്നത്? ഇതിന് നമുക്ക് 9 ലക്ഷം NOCയിൽ 9 ലക്ഷത്തിന് 2013 മോഡൽ ക്യാമറി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 890 ഫൈനൽ കൊടുക്കാം നമുക്ക്. ഫൈനൽ 890. ഇങ്ങോട്ടേക്ക് അത് 2 വർഷത്തെ ടാക്സ് അടിച്ചാൽ മതി. അപ്രോക്സിമേറ്റ്ലി ഒരു 80,000, ഒരു 80,000 കണ്ട ഇറക്കാം. അതായത് 80,000 കണ്ട ഇങ്ങോട്ടേക്ക് മാറാം. അതെ. ഓക്കെ, അടുത്ത വണ്ടി. അങ്ങനെ ടൊയോട്ട മാറി നമ്മൾ മെർസിഡസിലേക്ക് എത്തി. ബെൻസ് C220D ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ C220. ഓക്കെ, ഓൾഡ് ഷേപ്പില. 2014 ഡിസംബറിൽ ന്യൂ ഷേപ്പിലേക്ക് വരും. ടോട്ടലി ഡിഫറെന്റാ വണ്ടി. അപ്പൊ ഇത് അതിന് വേറെ റേറ്റ് ആണ്. അതിന്റെ റേറ്റിന്റെ നേരെ പകുതി അതിനെ ഉണ്ടാവുള്ളൂ. മനസ്സിലാണ്ടോ? ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലാകെ 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 67,000 മാത്രം? 65, 66 ആ റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. ജെന്യുൻ ആണ്, സർവീസ് റെക്കോർഡ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാ. ഹൈ ക്വാളിറ്റി ആണ്, ടോപ്പ് എൻഡ്. ഇത് ലിമിറ്റഡിൽ വരുന്ന വണ്ടിയാ. എഡിഷനിൽ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാ. ഇത് NOC പ്രൈസാ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. UP രജിസ്ട്രേഷനാ. UP നോയിഡ വണ്ടിയാ. നോയിഡ UP 16. അപ്പോ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വണ്ടികളാണ് നമ്മളിത്. ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് ഓണേഴ്സിന്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന, അല്ല ഡീലേഴ്സിന്റെ അടുത്ത് പോയിട്ടോ അവിടുന്ന് വരുന്നല്ല. അപ്പൊ ഓണേഴ്സിന്റെ അടുത്ത് ഡയറക്റ്റ് വീട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാം. ബാക്കി നമ്മൾ അവിടെ നിന്ന് ചെക്കും ചെയ്യും. അപ്പോൾ എവിടെ കൊണ്ടുപോയിട്ടും കമ്പ്യൂട്ടറോ ആരെ കൊണ്ടുപോകുന്നിട്ടും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം വണ്ടി. ജെന്യുനിറ്റി 100% ഗ്യാരണ്ടി വണ്ടി. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 7,90,000 രൂപയ്ക്ക് NOCയിൽ കൊടുക്കാം.
790 NOC പ്രൈസ് ആണ്. 2013 മോഡൽ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ വാഹനമാണ്. അപ്പോൾ മെർസിഡീസ് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും ലോ കിലോമീറ്റർ വണ്ടി. മൈലേജും ഇതിന് മൈലേജ് 20ന്റെ അടുത്തായിട്ട് ഇപ്പോൾ ഒരു 17-18 മൈലേജും കിട്ടും. ഓക്കെ, അത്ര മൈലേജ് കിട്ടുന്ന മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞൊരു സെഗ്മെന്റ്. അതെ അതെ. ഓക്കെ, അപ്പോൾ നല്ല വണ്ടിയാണ് ഒരു പാർട്ടിക്ക് യൂസ് ചെയ്യാൻ. വീട്ടിൽ മാറണം എത്ര വേണ്ടി വരും? മാറണമെങ്കിൽ ഒരു 2 ലക്ഷം അതിൽ ഒരു 2.5 കണ്ടോളി. നമ്മൾ കുറച്ചൊന്നും ഞാൻ പറയില്ല. എപ്പോഴും ഒരു 50,000 കൂട്ടിയിട്ടാണെങ്കിൽ ഒരു 2.5 കാണാം. 2.5 കണ്ടു. ചിലപ്പോൾ 2.5 കൂടുതൽ ഒരാളെ നമ്മൾ വെച്ചിട്ട് ഇടിപ്പിച്ചിട്ടേ വണ്ടി ഇടിപ്പിച്ചിട്ട് 1.5, ചിലവരൊക്കെ പറയും 1.5 മതി, 1 മതി എന്നൊക്കെ. ഇതിന് ഒരു 2.5 കണ്ടുവരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. C220 കണ്ട പോലെ തന്നെ നമുക്ക് BM-ൽ എടുക്കാൻ പറ്റിയ 320D ആണ് അല്ലേ? BM-ന്റെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി എന്ന് വിളിക്കാൻ പറ്റുമോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ ഇതും അതേമാതിരി തന്നെയാണ്. ഹൈലൈറ്റ് കിലോമീറ്റർ എത്രയാ? 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ 2012 മോഡൽ 52,000 ഓടി വണ്ടി. ഈ കിലോമീറ്റർ കേൾക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. സർവീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആളുകൾ കമന്റ് ചെയ്യും, അതൊക്കെ ഉടായ്പ കിലോമീറ്റർ ആണ് എന്നൊക്കെ കമന്റ് ചെയ്യാം. കമ്പിൽ കൊണ്ടുപോയി 100% കമന്റ് വരും. BMW പോയിട്ട് ചെക്ക് ചെയ്യാലോ. BMW പോയിട്ട് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് മാനിപ്പുലേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ തന്നെ മനസ്സിലാവുമോ? ഒന്നും ഉണ്ടാവില്ല. സ്കാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് വണ്ടി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 52,000 ഓടിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഇന്റീരിയർ കാണിക്കുമല്ലോ. 5 റൂം വേണമെങ്കിൽ കാണിക്കാം. മൊത്തത്തിൽ കാണിക്കുമ്പോൾ അതിന്റെ ഇന്റീരിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഓടിക്കാനുള്ള ഫീല് എല്ലാ ഭാഗങ്ങളും ഉണ്ടല്ലോ. അതായത് വണ്ടി ശരിക്കും ചെക്ക് ചെയ്തിട്ട് ഒരു കിലോമീറ്റർ കുറഞ്ഞ വാഹനം നമുക്ക് ഓടിക്കുമ്പോൾ അറിയാം. അതിന്റെ ഒരു 5-8 പാട്ടുകളുണ്ട്. നമ്മള് ഡീലേഴ്സ്, ഞാനൊരു 25 വർഷമായി ഈ ഫീൽഡിൽ, മനസ്സിലാണോ? 25 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ദുബായിലും ഉണ്ടായിരുന്നു. ദുബായിലും ഈ ഫീൽഡിൽ കൊറോണന്റെ ശേഷം അങ്ങോട്ടൊക്കെ വന്ന്. അപ്പോൾ ഒരു 5-8 പാട്ടുകൾ നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ആ വണ്ടി കിലോമീറ്റർ ജെന്യുവൻ ആണോ. എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ അറിവിലേക്ക് ഒന്ന് പറഞ്ഞു? അതിൽ മെയിനായിട്ട് നമുക്ക് എഞ്ചിൻ റൂം തുറന്നാൽ തന്നെ അറിയാൻ പറ്റും. അതിന്റെ ബൂട്ട് തുറന്നാൻ പറ്റും. പെഡല്, നമ്മളെ ബ്രേക്കിന്റെ പെഡല് നോക്കിയാൽ അറിയാൻ പറ്റും. ബ്രേക്ക് പെഡല്, അതേപോലെ ആക്സിലേറ്റർ, കൈ വെക്കുന്നത്, ബെൽറ്റ്, ഇങ്ങനെയുള്ള ബട്ടൺസുകൾ. ഇതിൽ കുറെ, അത് നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഞങ്ങളെ കണ്ണ് അങ്ങോട്ടേക്ക് എത്തുക. ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാക്സിമം ഫസ്റ്റിൽ കാണുന്ന, ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു പാർട്ടിക്ക് ചിലപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന്റെ സ്റ്റെയറിങ്, അതിന്റെ ലോഗോസ്, മൊത്തത്തിൽ നമുക്ക് കുറേ ഭാഗങ്ങളുണ്ട്. സീറ്റ് ഫ്രണ്ട് സീറ്റ്, നമ്മൾ കയറിയിരിക്കുന്ന നമ്മളെ ഡ്രൈവർ സീറ്റിന്റെ സൈഡ് നോക്കിയാൽ അറിയാൻ പറ്റും. അത് റിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് ഇതേമാതിരി തന്നെ ഒറിജിനലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടീമുണ്ടല്ലോ ഇപ്പോൾ, ലെതറിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ അതിലും ഡിഫറെന്റ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റിച്ചിങ്ങിൽ കാണാൻ ചോദിക്കുന്നത്, ഈ സ്റ്റിയറിംഗ് ഒക്കെ ഫേഡ് ആയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് മാറ്റുന്ന ആൾക്കാരുണ്ടാവും, ഒക്കെ ഉണ്ട്. അതിന്റെ എല്ലാം കൂടെ മാറ്റാൻ കഴിയില്ലല്ലോ, മനസ്സിലാണ്ടോ? ഇതിൽ മൊത്തം ഞാൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസ്, അതാണ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, ആ ഉറപ്പ് വരുന്നുണ്ട് പുള്ളി. ഏതാ മോഡൽ പറഞ്ഞത്? ഇത് 2012 മോഡലുള്ളൂ. 2012 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. ഇത് കഷിനോണ്ട് ഞാൻ അടുത്തപ്പോൾ ആളോട് ചോദിച്ചു ഇത് എത്ര കിലോമീറ്റർ. അയാൾ ജിമ്മിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഹൈ പ്രൊഫൈലുള്ള ആളാണ്. അയാൾ ജിമ്മിൽ പോകുമ്പോൾ രാവിലെ അതിന് യൂസ് ചെയ്ത് മാത്രമുള്ള വണ്ടിയാണ്. അവിടുത്തെ ഇത് കൊടുക്കാൻ കാരണം തന്നെ അവിടെ 10 വർഷത്തെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. 10 വർഷം കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കാൻ പറ്റൂല. NCR വണ്ടിയാണ്, HR26 ആ വണ്ടി, ഗുഡ്ഗാലുള്ള വണ്ടിയാണ്. അപ്പൊ അവർക്ക് അവിടെ പുറത്തേക്ക് ഇറക്കാൻ പറ്റൂല വണ്ടി. പൊല്യൂഷൻ സമയത്ത് തീരെ ഇറക്കാൻ പറ്റൂല. നമുക്ക് ഇതിന് ഒരു 7,75,000 NOC കൊടുക്കാം. മാറണമെങ്കിൽ 1.5 വേണ്ട, 2 കൊല്ലത്തെ ടാക്സ് മതി. മാക്സിമം ഒരു 1 lakh. ഓക്കെ, 7,75 ഇറക്കാം. 2012 മോഡൽ BMW 320D ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കിട്ടും, ഏകദേശം നല്ല മൈലേജ്, 17-20 ഫീൽ ആണ് ഡ്രൈവ് ചെയ്യുമ്പോൾ. അതെ, തീർച്ചയായും. ഓക്കെ, അടുത്ത വണ്ടി നമ്മളെ തുടക്കത്തിൽ പറഞ്ഞ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, ഓഡി Q3 ആണ്. ഓഡിയുടെ SUV സെഗ്മെന്റിൽ സ്റ്റാർട്ടിങ് അല്ലേ? കേരള രജിസ്ട്രേഷൻ, ഇവിടെ മലപ്പുറം RTOഫീസിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. രജിസ്റ്റർ ആയതാ? സോറി, കേരള വണ്ടി, ഒറിജിനൽ കേരള. ഇത് ഒരു ഓളത്തിൽ അങ്ങോട്ട് പോയതാ. KL10 മലപ്പുറം രജിസ്റ്റർ ചെയ്ത വണ്ടി. എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആള് പുതിയത് ഇറക്കിയതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയും കൂടാണ്, പാർക്ക് ആൻഡ് സെയിലാണ് വണ്ടി. അപ്പൊ ഈ വണ്ടി നമുക്ക് 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. മോഡൽ ഏതാ? മോഡൽ 2017-18 രജിസ്ട്രേഷൻ ഉണ്ട്. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ, 10 ഓടിയ വണ്ടി, ഫുൾ ഓപ്ഷൻ തന്നെ. ഫുൾ ഓപ്ഷൻ. ഓക്കെ,
ഇത് എത്ര മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് Q3 പൊതുവെ? Q3 എപ്പോഴും ഒരു 15 മേലെ 15, 16, 17 ഡ്രൈവ്. ലോങ്ങിലൊക്കെ ലോങ്ങിൽ ഒരു 17 ആ റേഞ്ചിൽ കിട്ടും. ടൗണിലൊക്കെയാണ് ഒരു 12, 13. 15 അടുത്ത് തന്നെ നോക്കാം. 14, 15. ഓക്കെ, ടോപ്പ് എൻഡ് വണ്ടി ഒറിജിനൽ കേരള. Q3 എപ്പോഴും ആളുകൾക്ക് എക്കണോമി വണ്ടിയാ. അതെ, തീർച്ചയായും മെയിൻ്റെനൻസ് ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. ഡെയിലി യൂസിന് പറ്റും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് നമുക്ക് ചോദിക്കുന്നത് 15,25,000 രൂപ. 15.4 ലക്ഷം രൂപ. ഒറിജിനൽ കേരള, 17 മോഡൽ, 18 രജിസ്ട്രേഷൻ, 1,10,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ്. താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. എന്തായാലും ലോൺ ഒരു 13, 14 ഒക്കെ കയറും. പിന്നെ അറേഞ്ച് കിട്ടും. പിന്നെ ഓക്കെ, അടുത്ത ലോൺ ആണെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. മോഡൽ ഉണ്ടല്ലോ വണ്ടിക്ക്. തീർച്ചയായും. ഇനി പഴയ ഷേപ്പ് ഥാർ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഒരു സാധനം കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2018 മോഡൽ, 2018 മോഡൽ. എന്താ പറഞ്ഞാൽ നമുക്ക് ഇതിന് കൂടുതൽ കസ്റ്റമേഴ്സ് ചിലപ്പം ഇവിടുന്ന് കർണാടക എന്നൊക്കെ കയറി വരും. തീർച്ചയായും മനസ്സിലാണ്ടോ? അവരാണ്. അതുകൊണ്ട് നമുക്ക് നമ്മള് മലയാളത്തിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷിലേക്ക് പോകാണ്ട് ഇതിലേക്ക്. അപ്പൊ 2018 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 75,000 ഓടിയിട്ടുള്ളൂ. 75,000, 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, 4x4 ആണ്. 4x4 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഹാർഡ് ടോപ്പ് ചെയ്തതാ. ഹാർഡ് ടോപ്പാണ് വണ്ടി. കണ്ടിട്ട് ഒരു സോഫ്റ്റ് ടോപ്പ് പോലെ ഉണ്ട്. അല്ല, ഹാർഡ് ടോപ്പ് നല്ല ഇന്റീരിയർ കാണിക്കുമ്പോൾ അടിപൊളി വർക്കാണ് ചെയ്തത്. ഇന്റീരിയർ ഹാർഡ് ടോപ്പ് വർക്ക് എടുത്ത വണ്ടിയാണ്. ഓക്കെ, നല്ല സ്പെഷ്യൽ ആയിട്ട് എടുത്ത വർക്കാ. നല്ല അടിപൊളി ടയേഴ്സ് ആണ്. പിന്നെ 0 ക്ലൈം ആണ്. വണ്ടിക്ക് ഇതുവരെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കിലോമീറ്റർ എത്രയായി? 75,000 ഡ്രൈവൺ. 75,000 സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2018 മോഡൽ, 75,000 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്രയായി? HR രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, HR രജിസ്ട്രേഷൻ ആണ് വണ്ടി. NOC ആണ്. NOCയിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഫൈനല് 7 ലാഖിന് കൊടുക്കാൻ പറ്റും. 7 ലക്ഷത്തിന് NOC പ്രൈസ് ആണ്. 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 75,000, 7 lakhs പ്രൈസ്. വെൽ മെയിൻറ്റഡ് ആണ് വണ്ടി കേട്ടോ. ഓക്കെ, പക്കയാണ്. എഞ്ചിന് റസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. മഹീന്ദ്ര നോക്കുമ്പോൾ എപ്പോഴും റസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ തുരുമ്പ് കൂടുതൽ വരാതെ. എഞ്ചിനാണ് കരുത്ത്. പ്രത്യേകിച്ച് പഴയ മോഡലിന് തുരുമ്പാണ് കൂടുതൽ കാണാറില്ലേ. അതും നമ്മൾ നോക്കിയിട്ട് എടുക്കല്ലേ. ഞാൻ ഇങ്ങനത്തെ വണ്ടികൾ കുറവാ. പക്ഷേ നല്ലൊരു വണ്ടി കിട്ടിയപ്പോൾ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കല്ലോ. അങ്ങനെ കൊണ്ടുവന്നാ. ഞാൻ വളരെ റൈഡായിട്ട് അവിടെ നിന്ന് തന്നെ ഡീലേഴ്സിന് കൊടുക്കാറാ. തുരുമ്പില്ല, റെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. ഒന്നുമില്ല. അപ്പൊ ആ ക്വാളിറ്റിന്റെ കൊടുക്കാം. താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ടൊയോട്ട സെഗ്മെന്റിലേക്കാണ്. ഫുൾ ടൊയോട്ട വണ്ടികൾ അല്ലേ? ഫുൾ ടൊയോട്ട. അതിലേക്ക് പോകാം. ടൊയോട്ടയുടെ ഫുൾ SUV MPV സെഗ്മെന്റിലേക്ക് നമ്മളെത്തി. ആദ്യ വാഹനം ഹെവിയിൽ തന്നെ കൊടുക്കാം. ലാൻഡ് ക്രൂയിസർ. ഏതാ മോഡല്? 2015 മോഡൽ. ഓക്കെ, 2015 V8. ഓക്കെ, 21ലേക്ക് ഡീസൽ V8. ഓക്കെ, 21ലേക്ക് ഷേപ്പ് മാറ്റി ചെയ്തിട്ടുണ്ട്. 21ലേക്ക് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല, പാർട്ടി ചെയ്തതാ. ഓക്കെ, ഏകദേശം എത്ര കോസ്റ്റ് വരും അതിന്? ഒരു അപ്രോക്സ് ഒരു 5 ലാഖിന്റെ അടുത്തായിട്ട് വരും. 5 ലക്ഷത്തിന്റെ ഇന്റീരിയർ മാറിയിട്ടുണ്ട്. 2015 മോഡലാണ്. 2015 മോഡലാണ് വണ്ടി. ഇന്റീരിയർ ചെയ്തിട്ടില്ല. ഇന്റീരിയർ വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ചില കസ്റ്റമർക്ക് ചിലപ്പം ഇന്റീരിയർ ഒറിജിനാലിറ്റി വേണ്ടി വരും. അപ്പൊ അതിനെ കൂടെ അങ്ങനെ വെച്ച് വേണമെങ്കിൽ അവൈലബിൾ ആണ്. അതിന്റെ കിലോമീറ്റർ 1,75,000. 1,75 പ്രോപ്പർ സർവീസ്. 175,000 ഞാൻ ഡയറക്റ്റ് പാർട്ടിന്റെ അടുത്ത് പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത വണ്ടി. ഡെറാഡൂണില്ലേ, ഡെറാഡൂൺ ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ. അവിടെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാ. അവര് ഒരു ഫാമിലി ഇതിൽ ഇങ്ങനെ 3 ഓണർഷിപ്പ് ആയിരുന്നുള്ളൂ. എത്ര ഇതിനിപ്പോ ചോദിക്കുന്നത്? എത്രയാ ഇതിന്? നമുക്ക് 75 ചോദിക്കുന്നുണ്ട്, 75 ചോദിക്കുന്നുണ്ട്, 75 ലക്ഷം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെഗോഷ്യബിൾ ആണ്. ഓൺ ടേബിൾ പാർട്ടി ആയിട്ട് ഡയറക്റ്റ് നമുക്ക് മീറ്റ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം എത്ര കണ്ടി വരും? ഒരു 10 ലക്ഷത്തിന്റെ ലെവലിൽ നമ്മൾ കാണണം. കേരള രജിസ്ട്രേഷനിലേക്ക്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് NOC കൊടുക്കാം. NOC എടുത്തു തരും. എവിടെയാണെങ്കിലും ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലേക്കാണെങ്കിലും. ഇപ്പൊ ചിലപ്പോൾ പഞ്ചാബ് എന്നോ അല്ലെങ്കിൽ വേറെ അവിടേക്കും ആണെങ്കിലും പോകാൻ സാധ്യത ഉണ്ട്. എന്താണെന്ന് ഇന്ത്യയിൽ വളരെ കുറവല്ലേ. പുതിയ വണ്ടിക്ക് 6 മാസം 1 വർഷമൊക്കെ ബുക്കിംഗ്. പുതിയ വണ്ടിക്ക് 3 CR അടുത്തേക്ക് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അന്ന് 1.3, 1.50 ആ റേഞ്ചിൽ എനിക്കൊരു 2ന്റെ താഴായിട്ടുണ്ടാവും അന്ന് വരുന്നു. 2015 ഏകദേശം പാതി വിലയായി. അതെ. ടയോട്ട അല്ലേ, ഇങ്ങനെ കയറി പോകും. അതാണ് ടയോട്ടന്റെ പ്രത്യേകത. താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ഹൈ ക്വാളിറ്റി വേണം. അടുത്തതാ UP രജിസ്ട്രേഷൻ ഫോർച്യൂണർ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഫോർച്യൂണർ 2014 മോഡലാണ്. 15 രജിസ്ട്രേഷൻ, 14-15 രജിസ്ട്രേഷൻ. വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 2 വീൽ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പാ?
സെക്കൻഡ് ഓണർഷിപ്പിൽ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഈ പാർട്ടി നമുക്ക് ചില പാർട്ടികൾ അവിടുന്ന് നമുക്ക് NOC-യിലും തരൂല, ട്രാൻസ്ഫർ ചെയ്തിട്ടും തരൂല, ഒന്നും തരൂല. അവിടെ ഉള്ള ലോക്കലിൻ്റെ ആളെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടേ തരുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൂടുതൽ വണ്ടികളും അങ്ങനെ വരുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം കൊണ്ട് ആരും വണ്ടി കൊടുക്കുന്നില്ല, പേര് ചേഞ്ച് ചെയ്യാതെ കൊടുക്കുന്നില്ല. അപ്പൊ അന്ന് തന്നെ ഇതൊരു ഓഫീസറെ വണ്ടി അതിനെ കൊണ്ട് പോലീസിലുള്ള ഓഫീസറായിട്ടാണോന്നാ തോന്നുന്നു. കക്ഷി ഹൈ പ്രൊഫൈലിലെ ആളാണ്. നമുക്ക് തരുന്നില്ല, NOC-യിലും തരുന്നില്ല, ഒന്നും തരില്ല. അവിടുത്തെ ലോക്കൽ ട്രാൻസ്ഫർ ചെയ്ത് തരണം പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഓണർഷിപ്പായി. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. 1.90 ഓടിയിട്ടുണ്ട്. 1,90,000 കംപ്ലീറ്റ് കമ്പനി സർവീസ്. വെൽ മെയിൻറ്റഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇന്റീരിയറൊക്കെ ഹൈ ക്വാളിറ്റിയാണ്. ഒറിജിനൽ പെയിന്റ് വണ്ടിയാണ്. നല്ല ടയറും നല്ല ടയർ. ഇത് നമുക്ക് 11,90,000 രൂപയ്ക്ക് നമുക്ക് NOC-യിൽ കൊടുക്കാം. 11,90. 15 രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. 14 മോഡലും 15 രജിസ്ട്രേഷനും 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 1.90 ഓടിയ ഫുൾ സർവീസ് കമ്പനി സർവീസ് ആണ്. അത് ഒറിജിനൽ പെയിന്റ് വണ്ടി. ജസ്റ്റ് ബമ്പറെ പെയിന്റ് ഉണ്ടാവുള്ളൂ. ഇത് മാറണമെങ്കിൽ എത്ര കാണും? 2 ലക്ഷം. 1,75 കണ്ടാലും മാറാൻ പറ്റും. 1,75 വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ടാണെങ്കിൽ ആ ഡീലർ കൊടുക്കാം. 13,80 നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം. കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് പാർട്ടിക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ NOC-യിൽ 11,90 ചോദിക്കുന്നത്. അടുത്ത വണ്ടി സൂപ്പർ ക്വാളിറ്റി വണ്ടി കേട്ടോ. കമ്പയർ ചെയ്തിട്ട് ഇവിടെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. അത് കമ്പയർ ചെയ്തിട്ട് എൻ്റെ ഫോർച്യൂണറുകൾ നോക്കുമ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു 3-4 വണ്ടി വന്നിട്ട് കണ്ടിട്ട് എൻ്റെ വണ്ടി വന്ന് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, എവിടെ വേണം നോക്കിയിട്ട് കണ്ടോളൂ. അതെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഫോർച്യൂണറാണ്. ഇത് സെയിം തന്നെയാണോ? ഇത് 2015 മോഡൽ 4x4. മറ്റേ 2 വീൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. 4x4 മാനുവൽ ഓട്ടോമാറ്റിക് 4x4 ഓട്ടോമാറ്റിക് 2015 മോഡൽ. ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ കോഴിക്കോട് രജിസ്ട്രേഷനിലേക്ക് ആക്കി. നമുക്ക് ലോണൊക്കെ ആണെങ്കിൽ 1,60,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ടയർ ഭാഗങ്ങളുണ്ട്. നല്ല ടയർ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, ഒറിജിനൽ പെയിന്റ് വണ്ടിയാണ്. ഇത് ഞങ്ങൾ ഇതേമാതിരി 2015 നമുക്ക് അവിടെ ഇതായില്ല, 10 വർഷം കഴിയാൻ നേരത്ത് ഞങ്ങൾ അതിനെ കൊണ്ട് NOC എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിയതാ. അല്ലെങ്കിൽ നമ്മൾ പാർട്ടിക്കേ കൊടുക്കുള്ളൂ. തീർച്ചയായും. നല്ല വണ്ടിയാണ്. നമുക്ക് ഒരു 16,20,000 കൊടുക്കാം. 16-20 നിങ്ങൾ ഇനി ഒന്നും ചെയ്യാനില്ല. ടാക്സും അടക്കണ്ട, ഒന്നും അടക്കണ്ട. 16,20,000 രൂപയ്ക്ക് 2015 മോഡൽ 4x4 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ജസ്റ്റ് ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആയതാണ്. സിംഗിൾ ഓണറാണ് മെയിനായിട്ട് യൂസ് ചെയ്തത് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇവിടെ വന്ന് മാറിയതിനെ കൊണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വന്ന്, അതും KL 11ലേക്ക് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഇന്റീരിയർ ബ്ലാക്ക് ആണ് വരിക. ബ്ലാക്ക് വരിക. ലോൺ ഒരു 14 പിന്നെ 14-15 വരെ കൊടുക്കാൻ പറ്റും, നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. അടുത്ത ഫോർച്യൂണർ ഇത് TRD കിറ്റ് ഒക്കെ ചെയ്ത വണ്ടിയാ? ഇല്ല, അത് കമ്പനി TRD വണ്ടി. അതെ, കമ്പനി TRD ആണ്. 2015 തന്നെയാണ്. 4x4 വരുന്ന വണ്ടി. ഇതിന്റെ സ്പെഷ്യൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് 4x4 ഓട്ടോമാറ്റിക്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആകെ 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മറ്റേ രണ്ടും നല്ല ഓട്ടം പോയി. 1.90 1.75 പോയി. അതെ. ഇത് വെറും ലോ കിലോമീറ്റർ വണ്ടി നോക്കി നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ചൂസ് ചെയ്യാൻ വിലേന്റെ മാറ്റം ഉണ്ടാവും. ഹൈ ക്വാളിറ്റിയാണ് വാഹനം. ഒരു അഡ്വക്കേറ്റ് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടിയിൽ മനസ്സിലാണ്ടോ. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഇന്റീരിയറിലാണെങ്കിലും അത് ബ്ലാക്കിലേക്കാണ് വരുന്നത്. മറ്റേ പറഞ്ഞ മാതിരി തന്നെ ബ്ലാക്ക് ഇന്റീരിയറാണ് വരുന്നത്. HR രജിസ്ട്രേഷനാണ് വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ്. നമുക്കിത് NOC-യിൽ കൊടുക്കുന്നു. എത്രക്ക്? NOC-ക്ക് നമുക്കതിന് ഒരു 14,000 കൊടുക്കും ഫൈനൽ. 14,50,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് നോക്കുന്നവർ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫോർച്യൂണർ കളക്ഷൻ അവിടെ അവൈലബിലിറ്റി ഇല്ല, കഴിഞ്ഞു. അപ്പൊ അവര് മിനിയാന്ന് അവിടുത്തെ ഒരു ഡീലർ എന്നോട് ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് വണ്ടി. സത്യമായിട്ട് വണ്ടി വന്ന് ഈ വണ്ടിക്ക് ലോ കിലോമീറ്റർ വണ്ടി പറഞ്ഞപ്പോ ആള് എന്നോട് ഇതിന് ഡീൽ സംസാരിച്ചു. ഒന്നാമത് അവിടെ കിട്ടാനില്ല. ഇനി അവിടെ 10 വർഷം എടുത്തു കളയാൻ പോവല്ലേ, റിന്യൂവൽ കിട്ടും. അവിടെ ഉള്ളവർക്ക് തന്നെ റിന്യൂവൽ കൊടുക്കാൻ പോകുന്നുണ്ട് ഡൽഹി ഗവൺമെന്റ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള വണ്ടികളും ഡൽഹിയിലേക്ക് വരും. ഇതൊക്കെ പറഞ്ഞാൽ ഡൽഹി സ്റ്റോപ്പ് ചെയ്തതിനെ കൊണ്ടാണ് ഈ വണ്ടികളൊക്കെ NCR ഉള്ള വണ്ടിയാണെങ്കിലും ഹരിയാനയിലുള്ള വണ്ടികൾ അവർ കൊടുക്കുന്നത്. അവർക്ക് കൂടുതലും യൂസേജ്
ചിലപ്പോൾ ഡൽഹി NCRലേക്ക് വരാൻ തീർച്ചയായും വീക്കിലോ അല്ലെങ്കിൽ ഡെയിലിയോ വരുന്ന വണ്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് ഈ വണ്ടിയൊക്കെ അവർ സോൾഡ് ആയത്. ഇപ്പോൾ റിന്യൂവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും കൊടുക്കൂല. കൊടുക്കുമ്പോൾ പിന്നെ വണ്ടിക്ക് ടൈറ്റായി. ഇപ്പം തന്നെ ടൈറ്റായി, വണ്ടിക്ക് റേറ്റാ കൂടുതൽ. ഇനി ആരും കൊടുക്കൂല മിക്കവാറും. ഇനി കൊടുക്കുന്നില്ല, വണ്ടി കിട്ടുന്നില്ല. അറിയാൻ പറ്റും. അത് 2 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ആവും. ഓൾറെഡി ആയി 99% ഓക്കെയാണ്. അതൊരാൾ ഹർജി കൊടുത്താണ് കോടതിയിൽ. ഇങ്ങനെ വില കൂടിയ വണ്ടികളൊക്കെ സ്ക്രാപ്പ് വിലക്ക് കൊടുക്കേണ്ട അവസ്ഥനെ പറ്റി ആവശ്യപ്പോൾ കോടതിയിൽ അങ്ങനെ ഹർജി കൊടുത്തത്. എന്നിട്ട് അവിടുത്തെ പോക്കൊരു കുറവില്ല അല്ലേ? പുക മൊത്തം ഡിസംബർ ജനുവരിയിലാണ് അവിടെ മഞ്ഞുകാലാകുമ്പോൾ പുകയും പൊല്യൂഷൻ കുറച്ച് കൂടും. ഓക്കെ, എന്തായാലും ഇത് മാറണമെങ്കിൽ ഒരു 2 lakh ആണോ? ഇതിന് 2 lakh വന്നാൽ 2 lakh വരും. 4x4 ആണെങ്കിൽ അതിന്റെ ഒരു വേരിയന്റ് ഉണ്ടാവും എക്സോ റൂമിൽ. അപ്പൊ അതിനെ കൊണ്ട് ഒരു 2 lakhന്റെ ലെവൽ കണ്ടാവും. അത്ര 15 മോഡൽ പക്കാ മോഡൽ ഉണ്ട്. 15 ഡിസംബർ വണ്ടിയാണ്, ലാസ്റ്റിലാണ്. ഡിസംബർ വണ്ടിയാണ്, ലാസ്റ്റും ആണ്. അടുത്ത വണ്ടി ഇന്നോവ ക്രിസ്റ്റ എത്തി. ഒരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ നോക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം അല്ലേ? 2019 മോഡൽ, 19 മോഡൽ, 19 രജിസ്ട്രേഷൻ, മാനുഫാക്ചർ 2019, 2.8Z ഓട്ടോമാറ്റിക്. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. പേൾ വൈറ്റ് ആണ് വണ്ടി. നമ്മുടെ ഫ്രണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ ബമ്പറും കാര്യങ്ങളും വെച്ച്. അതേമാതിരി അലൈവിലും പുതിയ 2020 ശേഷം മാറ്റി ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരു രക്ഷയില്ല, ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. കിലോമീറ്റർ 75,000 കിലോമീറ്റർ. 74 ഇപ്പം ടയോട്ടയിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ചെയ്തു, കോഴിക്കോട് നിന്ന് ചെയ്തു. 2019 മോഡൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഫുൾ ഓപ്ഷൻ സെഡ് ഓട്ടോമാറ്റിക് 2.8Z. ഹൈ ക്വാളിറ്റിയാണ് വാഹനം. ഹൈ ക്വാളിറ്റി ഇവിടുത്തെ കേരള വെഹിക്കിളിന്റെ അതേ ക്വാളിറ്റി, അങ്ങനെ ആ ക്വാളിറ്റിയിൽ നമുക്ക് വണ്ടി കാണാം. ഇതിന് നമുക്ക് 20 ലക്ഷം NSL ചോദിക്കുന്നുണ്ട്. 20 ലക്ഷം. ഇങ്ങോട്ടേക്ക് മാറണം എത്ര വേണ്ടി വരും? മാറണമെങ്കിൽ 3 ലക്ഷം. 3 ലക്ഷം. അപ്പോൾ 2019 ഓട്ടോമാറ്റിക് ആണ്. ഡൽഹിയിലൊക്കെ പോയിട്ട് അവർ വണ്ടി സെർച്ച് ചെയ്യാൻ പോയവർക്ക് അറിയാൻ പറ്റും, അവിടെ ക്രിസ്റ്റ ഒന്നും ഇപ്പം Z ഓട്ടോ കിട്ടുന്നില്ല. ഒന്നാമത് കിട്ടുന്നത് പറഞ്ഞാൽ ഇപ്പോൾ 16 മോഡൽ സ്റ്റാർട്ടിങ്ങുള്ള വണ്ടിയേ കിട്ടുള്ളൂ. 16 മോഡൽ കൂടിയ 18, 19, 20 സ്റ്റോപ്പ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ഏത് അവർ സ്റ്റോപ്പ് ചെയ്ത്. ഇതിന്റെ ഒരു കാരണം കഴിഞ്ഞിട്ടേ ഞാൻ അവർ കൊടുക്കുള്ളൂ. വണ്ടിക്ക് റേറ്റ് കൂടി, മനസ്സിലാണ്ടോ? ഇവിടെ ഉള്ള വണ്ടികൾ പോകുന്നേരം ഉണ്ടാവും. പിന്നെ ഓക്കെ, അപ്പോൾ താല്പര്യം വിളിക്കാം. ഇത് മാറണമെങ്കിൽ എത്ര കാണും? മാറണമെങ്കിൽ 3 ലക്ഷം. 3 ലക്ഷത്തിനോട് മാറാം. വൈറ്റ് ആണ് വണ്ടി. അങ്ങനെ നമ്മൾ അവസാന വാഹനത്തിലേക്ക് എത്തി. ക്രിസ്റ്റ തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2.4G മാനുവൽ 2018 മോഡൽ. ഓക്കെ, മാനുവൽ 2.4 2018. 2018 8 സീറ്റർ ആണ് വാഹനം. 8 സീറ്റർ നോക്കി നടക്കുന്ന അവരുണ്ടാവുമല്ലോ, തീർച്ചയായും. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കൂടുതലുള്ള അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനം. ഓക്കെ, അപ്പോൾ സാറിന് ബക്കറ്റ് സീറ്റാണ് വരിക, സെൻട്രൽ റോയില് ബെഞ്ച് സീറ്റ് ആയിരിക്കും. 8 സീറ്റർ ആണ്, നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങൾ, അതേമാതിരി സീറ്റ്. കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,60,000. 160 കമ്പനി സർവീസ്. ഇതിലാകെ ബോണറ്റ് ഡിക്കും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് ഡിക്കി രണ്ട് ക്ലെയിം. മേജർ ആക്സിഡന്റ് അല്ല. നമ്മളെ ഇതിലുള്ള ആകെ ഒരു ക്ലെയിം. ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഡിക്കി ഗ്ലാസ് മാറിയില്ല, ഡിക്കി മാത്രം ഡോറ് മാത്രം മാറിയാണ്. ഡോറും ബോണറ്റും മാറിയിട്ടുണ്ട്. ഡിക്കി ഡോറ്. ഓക്കെ, എത്രയാണ് നമുക്ക് ഇപ്പോൾ NOC ചോദിക്കുന്നത്? NOC നമുക്ക് 12.5 ലക്ഷത്തിന് കൊടുക്കാം. 18G ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. പ്രൈവറ്റ് ആണ്, ടാക്സി അല്ല. അതെ, പ്രൈവറ്റ് വണ്ടിയാണ്. നമ്മളെല്ലാ വണ്ടികളും പ്രൈവറ്റ് ആണ്. ടാക്സിയിലുള്ള ഒരു വണ്ടികളും ഇല്ല. ഇത് മാറണമെങ്കിൽ എത്ര? മാറണമെങ്കിൽ നമുക്ക് ഒരു 1.60 വരും. ഓക്കെ, 1.60 മാറുകയും ചെയ്യാം. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് NOC എടുത്ത് കൊടുക്കാം. നല്ല ക്വാളിറ്റിയിലെ വാഹനം, ഓടിച്ചാലേ അറിയാം. അപ്പോൾ ഇനി അറിയാനുള്ളത് നമുക്ക് പേപ്പറിന്റെ കാര്യങ്ങളാണ് മെയിനായിട്ട്. ഞാൻ പേപ്പർ വർക്ക് ചെയ്യുന്നത് അവിടെ ഡൽഹിയിലുള്ള ഇവിടുത്തെ RT ഓഫീസിലുള്ള കേരളത്തിലെ ഏകദേശം ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന ചലാന് കോർട്ടിലേക്ക് പോകുന്നത്, ഇതൊക്കെ ഞാൻ ഒരു സമയം പറഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. കോർട്ടിൽ പോയ ചലാന്, അതേമാതിരി ഡൽഹി മാത്രമല്ല, ചിലപ്പോൾ ഹരിയാനൻ്റെ UPൻ്റെ അകത്തും ഒക്കെ കണക്ഷൻ ഉണ്ട്. കോർട്ടിൽ എല്ലായിടത്തും എനിക്ക് കണക്ഷൻ ഉണ്ട്. കുറേ വർഷം അവിടെ അതിനെ കൊണ്ട് അതിൻ്റെ ഇതിൽ നല്ല ഉത്തരവാദിത്തത്തിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതേമാതിരി NOC എടുക്കുന്ന സംഭവങ്ങൾ, എന്തെങ്കിലും RTO സംബന്ധമായിട്ടുള്ള ഒക്കെ നമുക്ക് എന്നെ വിളിക്കാൻ പറ്റും. ഞാൻ തീർച്ചയായിട്ടും സഹായിക്കും. നാട്ടിൽ നിന്ന് നിങ്ങൾ ഒറ്റക്ക് പോയി അപ്പോൾ അതിനെക്കൊണ്ട് NOC എടുക്കുന്ന പേപ്പേഴ്സിന്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കണ്ട. മനസ്സിലാണ്ടോ? 100% ഗ്യാരണ്ടിയാണ്. എന്ത് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും ആ വണ്ടി നമുക്ക് തിരിച്ചെടുക്കാനും അത് റീപേയ്മെന്റ് ചെയ്യാനുള്ള ഇത് നമുക്ക്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. അതെ. അപ്പോൾ ഇന്ന് കാണിച്ച വണ്ടികൾ ഇത് മാത്രമല്ല, പുള്ളിക്ക് ഡൽഹിയിൽ നേരിട്ട് എടുത്ത് തരും. അപ്പോൾ അവിടുത്തെ സ്റ്റോക്ക് ഒരുപാടുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും അവിടെയാണ് നമ്മളെ മെയിൻ സ്റ്റോക്ക് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വരാം. വേണമെങ്കിൽ വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറി കൊടുക്കും. മുമ്പ് പറഞ്ഞ മാതിരി നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ഇവിടെ വണ്ടി ഇവിടെ തന്നെ നമ്മളടുത്ത് ഇതിലും ഇല്ലാത്ത വണ്ടികൾ കുറേ ഉണ്ട്, കാണിക്കാൻ പറ്റാത്ത. അതേമാതിരി ഫോർച്യൂണർ ഇനിയും ഉണ്ട്, 1-2 വണ്ടികൾ 4x2 ഓഡി A4 ഉണ്ട്. ഓഡി A4 ഒക്കെ നമുക്ക് ഒരു 1.5 ലക്ഷം റുപ്യക്ക് കൊടുക്കാൻ പറ്റിയ A4 ഉണ്ട് അടുത്ത്. എയർക്ക് നമുക്ക് ഓഫറിൽ കൊടുക്കാം. A4 2014 ഇതേ ക്വാളിറ്റിയിലാണ്. ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, കുറച്ച് ലോങ്ങിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ആ വണ്ടിയും കൊടുക്കാം. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരൂ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു ജിതിൻ ബൈ. താങ്ക് യു.